ഹലോ, എനിക്ക് ഒരുപാട് കഴിവുകളുണ്ട്. പക്ഷെ എന്റെ ജീവിത സാഹചര്യം എന്ന് പറയുന്നത് അത് വളർത്തിയെടുക്കാൻ അനുയോജ്യമല്ലാത്തത് കൊണ്ട് ആഗ്രഹിച്ച ജോലി അല്ലെങ്കിൽ ആഗ്രഹിച്ച ഒരു പാഷനിൽ എത്തിയിട്ടില്ലെങ്കിലും നമ്മൾ എത്തിച്ചേർന്ന ഈ ഒരു അവസ്ഥയിൽ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്ന കുറച്ച് പേരെ നിങ്ങൾക്ക് അറിയില്ലേ? അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പോലും ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജീവിത സാഹചര്യത്തിലായിരിക്കില്ല എത്തിയിട്ടുണ്ടാവുക. പക്ഷെ അതിനുള്ളിലാണെങ്കിൽ പോലും എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ചെയ്തുകൊണ്ട് ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഹായ്, ഹലോ, നമസ്തേ, നമസ്കാരം. ഞാൻ റോബിൻ. എന്റെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കഥയിലൂടെയാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത്. പലയിടത്തും വായിച്ചിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് കേട്ട് കൈമാറി വന്നിട്ടുള്ള കഥകളായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സെഗ്മെന്റിന്റെ പേര് ചെറുതായിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. സ്റ്റോറി ടൈം എന്നൊക്കെ ആക്കിയിട്ടുണ്ട്. തംബ്നെയിൽ കാണുമ്പോൾ പെട്ടെന്ന് എന്താ സംഭവം എന്ന് മനസ്സിലാക്കാൻ അത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഒരു സന്യാസി ഒരിക്കലെ ഒരു കാട്ടിലൂടെ നടന്നു പോവുകയായിരുന്നു. ആ സന്യാസിക്ക് കൂടെ അദ്ദേഹത്തിന്റെ ശിഷ്യനും കൂടെ ഉണ്ടായിരുന്നു. അവർ വളരെയധികം ദാഹിച്ച് തളർന്നു. മലമുകളിലെ ഒരു കൊച്ചു ഗ്രാമത്തിലെത്തി. അവിടെ ഒരുപാട് കുടിലുകളുണ്ട്. ആ കുടിലുകളിൽ ഒരു കുടിലിൽ കയറിയിട്ട് അവര് കഴിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചു. ആ വീട്ടിലുള്ളവര് ഒരു പാത്രം സംഭാരം അവർക്ക് നൽകി. അവരിരുവരും, ആ സന്യാസിയും ആ ശിഷ്യനും, വളരെ ആർത്തിയോടെ ആ സംഭാരം കുടിച്ചു തീർത്തു. ആ കുടിലുള്ളവരോട് നന്ദി പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴാണ് ആ മുറ്റത്ത് നിൽക്കുന്നുണ്ടായിരുന്ന ആ പശു അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ സന്യാസി ആ ശിഷ്യനോട് പറഞ്ഞു, വേഗം ചെന്ന് ആ പശുവിനെ ആ മലമുകളിൽ നിന്ന് തള്ളി താഴേക്കിടുക. ഞെട്ടിത്തരിച്ചുകൊണ്ട് ആ ശിഷ്യൻ സന്യാസിയോട് പറഞ്ഞു, അത് ശരിയല്ല. കാരണം നമുക്ക് വിശന്നപ്പോൾ ദാഹിച്ചപ്പോൾ ഭക്ഷണം തന്നത് ഈ വീട്ടുകാരാണ്. അവർക്ക് ആകെയുള്ള വരുമാനം ആ പശുവാണ്. അവരെ കുടിൽ കണ്ടാൽ തന്നെ അറിയാം, അവർക്ക് മറ്റൊരു വരുമാനമില്ല. നമ്മൾ അതിനെ കൊന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവര് കൂടുതൽ ദാരിദ്ര്യത്തിൽ അകപ്പെടും. പക്ഷെ ഗുരുവാണ്, സന്യാസിയാണ്, അയാളുടെ ഗുരുവാണ്. അതുകൊണ്ട് ഗുരുവിന്റെ ആജ്ഞ ധിക്കരിക്കാൻ ആ ശിഷ്യന് സാധിച്ചില്ല. ഗുരു പറഞ്ഞതുപോലെ തന്നെ ആ ശിഷ്യൻ ചെയ്തു. ആ പശുവിനെ മലമുകളിൽ നിന്ന് തള്ളി താഴേക്കിട്ടു. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞുപോയി. ആ ശിഷ്യൻ ആ സ്ഥലത്തേക്ക് വീണ്ടും ഒരു യാത്രയുടെ ഇടയിൽ വന്നു ചേർന്നു. പക്ഷെ അവിടെ കണ്ടത് ആ കുടിലിന് പകരം വളരെ വലിയൊരു ബംഗ്ലാവായിരുന്നു. ഉടനെ തന്നെ ആ ശിഷ്യൻ ആ വീട്ടുകാരോട് ചോദിച്ചു, ഇതെങ്ങനെ സാധിച്ചു? ഞാനിവിടെ മുൻപ് വന്നിട്ടുണ്ട്. അന്ന് ഇവിടെ ഒരു ചെറിയൊരു കുടിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര വലിയൊരു ബംഗ്ലാവ് ഇവിടെ നിർമ്മിക്കാൻ, നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിച്ചത്? ഉടനെ തന്നെ ആ വീട്ടുകാര് ഒരു പുഞ്ചിരിയോടുകൂടി പറഞ്ഞു, ഞങ്ങൾക്ക് അന്ന് ഒരു പശു മാത്രമാണ് ഉണ്ടായിരുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ പശു എങ്ങനെയോ ചത്തുപോയി. ആദ്യം അല്പം വിഷമം ഉണ്ടായെങ്കിലും പിന്നീട് ഞങ്ങള് മറ്റു പല മാർഗങ്ങളിലൂടെ പൈസ സമ്പാദിക്കാൻ തുടങ്ങി. അത് മുൻപ് പശു ഉണ്ടായിരുന്നപ്പോൾ ലഭിച്ച സമ്പാദ്യത്തെക്കാൾ കൂടുതൽ സമ്പാദിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വീട് സ്വന്തമാക്കിയതും ഒരുപാട് പണം സമ്പാദിച്ചതും. പലരുടെയും ജീവിതം ഇങ്ങനെയാണ്. ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടെങ്കിലും അവയൊന്നും തനിക്ക് നേടാൻ സാധിക്കില്ല എന്ന് കരുതികൊണ്ട് അവയെല്ലാം ഒരു വേലിക്കെട്ടിനുള്ളിൽ അവയെല്ലാം ഒതുക്കി അതിനുള്ളിൽ തനിക്ക് ലഭിക്കാവുന്ന സന്തോഷം മാത്രം സ്വന്തമാക്കി ജീവിതം ജീവിച്ചു തീർക്കുന്നവർ, അവരതിൽ എങ്ങനെയൊക്കെയോ സന്തോഷം കണ്ടെത്തുന്നു. ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി, ഇതൊക്കെ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവർ സ്വയം സംതൃപ്തി നേടിക്കൊണ്ട് അതിൽ അവരുടെ ജീവിതം തള്ളി നിൽക്കുന്നു. മറ്റാരും ചിന്തിക്കാത്ത തരത്തിലുള്ള ആശയങ്ങൾ ഉള്ളിലുള്ളവരായിരിക്കും അവർ. പക്ഷെ അത് പ്രാവർത്തികമാക്കാനുള്ള സാഹചര്യമൊന്നും തങ്ങളുടെ ജീവിതത്തിൽ ഇല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് എല്ലാം ഉള്ളിലൊതുക്കി ഒരു മടിയുടെ മുഖം മൂടി പുറത്തണിഞ്ഞ് ജീവിക്കുന്നവരായിരിക്കും അവർ. ഇവിടെ ജീവിത സാഹചര്യം ഒരുപക്ഷെ ഒരിക്കലും തന്നെ മാറുകയില്ല. ഇവിടെ മാറ്റി വെക്കേണ്ടത് മടിയുടെ ആ മുഖംമൂടിയും താൻ തീർത്തിരിക്കുന്ന ആ ഒരു വേലിക്കെട്ടുമാണ്. ഒരു വിവാഹം കഴിച്ചതിന്റെ പേരിൽ തന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ആ താലി കൊണ്ട് കെട്ടിപ്പൂട്ടി 4 ചുവരുകളിലെ ജീവിതം ഹോമിച്ചു തീർക്കുന്നവരുണ്ട്. പറക്കാനുള്ള കഴിവുണ്ടായിട്ടും ഇഴഞ്ഞു നീങ്ങാനാണ് അവര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മാലാക പോലെ എവിടുന്നോ ഒരാൾ വന്നിട്ട് നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും എന്ന് കരുതി കാത്തിരിക്കുന്നത് മണ്ടത്തരമാണ്. 1000 വഴികൾ അടഞ്ഞാലും പുതിയ വഴികൾ തുറന്നില്ലെങ്കിലും നമുക്ക് ആവശ്യമുള്ള വഴികൾ വെട്ടിത്തെളിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനാവശ്യം ഉറച്ച തീരുമാനങ്ങളാണ്. നേരത്തെ കേട്ട കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതിൽ നിന്നുള്ള ആശയങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കാനായിട്ട് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. നാളെ അല്ലെങ്കിൽ മറ്റൊരു ദിവസം ഇതുപോലെ മറ്റൊരു കഥയായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ, സീ യു, ബൈ.